നമസ്കാരം. ഇന്നത്തെ വിപണി വിശകലനത്തിലേക്ക് സ്വാഗതം. നമ്മൾക്ക് കിട്ടിയ ഡേറ്റയും ഈ കുറിപ്പുകളുമൊക്കെ വെച്ച് ഇന്നത്തെ ട്രേഡിംഗ് ദിവസം ഒന്ന് കീറിമുറിച്ചു പരിശോധിച്ചാലോ? തീർച്ചയായും. എന്താണ് ശരിക്കും സംഭവിച്ചത്? എവിടെയൊക്കെ അവസരങ്ങളുണ്ടായിരുന്നോ? പിന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അപ്പോൾ ഇതിലേക്കൊരു ആഴത്തിലുള്ള അന്വേഷണമാവാം. തുടങ്ങാം. ഇന്നത്തെ ഓപ്പൺ ഏകദേശം 25,588 ആയിരുന്നു. പക്ഷെ ക്ലോസിംഗിലേക്ക് വന്നപ്പോൾ അത് 25,453 എത്തി. അപ്പോൾ ഒരു 88 പോയിന്റ് താഴെയാണല്ലോ. ഏകദേശം ഒരു 0.35% ഇടിവ്. അതെ. ദിവസത്തെ ഹൈ 25,608 ലോ 25,379 ആ ഒരു റേഞ്ചിനുള്ളിലായിരുന്നു കളി മൊത്തം. അപ്പോൾ രാവിലെ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടായിരുന്നെങ്കിലും അത് നിലനിർത്താൻ പറ്റിയില്ല അല്ലേ? ആ 25,600 ലെവല്, അവിടെ എന്താ സംഭവിച്ചത്? സെല്ലേഴ്സ് ആക്റ്റീവായോ? ശരിയാണ്. 25,600 ഒരു പ്രധാന തടസ്സമായിട്ട് നിന്നു. നമ്മൾ നോക്കിയാൽ ആ 15 മിനിറ്റ് ട്രെൻഡ് ലൈൻ പ്രകാരം 25,515 തൊട്ട് 520 വരെ ഒരു റെസിസ്റ്റൻസ്, 371 വരെ. അവിടെയെല്ലാം വില തടയപ്പെട്ടു. ഓക്കെ. അപ്പോൾ സപ്പോർട്ട് എവിടെയായിരുന്നു? താഴോട്ട് നോക്കുമ്പോൾ സപ്പോർട്ട് കിട്ടിയത് പ്രധാനമായും 25,400-നും 25,377-നും ഇടയ്ക്കാണ്. അതാണ് S1 ലെവൽ. അതിനും താഴെ 25,292 S2. ഇൻട്രാഡേയിൽ നോക്കുമ്പോൾ 25,305-ലും 25,400-ലുമൊക്കെ പിന്തുണ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ലെവലുകൾക്കിടയിൽ മാർക്കറ്റ് എന്താ പറയാ, ഒരുമാതിരി പെട്ടുപോയ പോലെ അല്ലേ? ഈ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, RSI, EMA ഒക്കെ എന്താണ് പറയുന്നത്? ഡെയിലി ചാർട്ടിൽ RSI നോക്കിയാൽ അത് ന്യൂട്രലാണ്. ഇന്നത്തെ ആ ചെറിയ ഇടിവ് അതൊരു വലിയ ട്രെൻഡ് മാറ്റത്തിന്റെ സൂചനയല്ല. ഒരു ഡോജി അല്ലെങ്കിൽ ഇൻസൈഡ് ബാർ പോലെയാണ്. വാങ്ങുന്നവരും വിൽക്കുന്നവരും ഒരുപോലെ. ഒരു കൺഫ്യൂഷനിലാണെന്ന് പറയാം. ഓക്കെ. പക്ഷേ ചെറിയ ടൈം ഫ്രെയിമിലോ? 15 മിനിറ്റിൽ? 15 മിനിറ്റ് ചാർട്ടിലെ RSIയിൽ ചെറിയൊരു ബെയറിഷ് ചായ്വ് കാണാനുണ്ട്. ഒരു റേഞ്ച് ബൗണ്ട് ഫീലാണെങ്കിലും പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ ഒരു തളർച്ചയുണ്ടായി. EMAയുടെ കാര്യോ? അവിടെ എന്തെങ്കിലും ക്രോസ് ഓവർ അങ്ങനെ വല്ലതും ഉണ്ട്. 15 മിനിറ്റ് ചാർട്ടില് ഉച്ചയ്ക്ക് ശേഷം ഒരു ബെയറിഷ് ക്രോസ് ഓവർ വന്നു. EMA 10, അത് EMA 20-ന് താഴെയായി. അത് ശ്രദ്ധേയമാണ്. അതെ, അത് ആ സമയത്തെ വിൽപ്പനയ്ക്ക് കുറച്ചുകൂടി ശക്തി കൊടുത്തു. അതുപോലെ EMA 89, അത് ഏകദേശം 25,500-നും 520-നും ഇടയ്ക്കാണ് വരുന്നത്. അതൊരു റെസിസ്റ്റൻസ് പോലെയും പ്രവർത്തിച്ചു. ഡെയിലി ചാർട്ടിലെ ലോങ് ടേം EMAയോ? ഡെയിലിയിലെ EMA 200 ഇപ്പോഴും താഴെ ഒരു 25,200-നും 25,300-നും ഇടയ്ക്ക് ഒരു പ്രധാന സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്താൽ പിന്നെ കുറച്ചുകൂടി താഴോട്ട് നോക്കേണ്ടി വരും. ശരി. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റ നോക്കാം. ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും എന്താണ് കാണുന്നത്? ആളുകൾ എങ്ങോട്ടാണ് കൂടുതൽ ബെറ്റ് ചെയ്യുന്നത്? ഫ്യൂച്ചർ OIയില് ചെറിയൊരു വർധനവുണ്ട്, ഒരു 0.08%. അത് ചിലപ്പോൾ പുതിയ ലോങ് പൊസിഷനുകൾ ചേർത്തതാവാം, പക്ഷെ ഉറപ്പിച്ചു പറയാറായിട്ടില്ല. ഓപ്ഷൻസിലോ? അവിടെയാണല്ലോ കൂടുതൽ ആക്ഷൻ കാണാറ്. 5,600 പിന്നെ 25,700 സ്ട്രൈക്കുകളിലാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ റെസിസ്റ്റൻസുമായിട്ട് കറക്റ്റ് മാച്ച് ആകുന്നുണ്ടല്ലോ. അതെ. അതുപോലെ പുട്ട് സൈഡില് ഏറ്റവും കൂടുതൽ OI ഉള്ളത് 25,500 പിന്നെ 25,400 സ്ട്രൈക്കുകളിലാണ്. അപ്പോൾ അതാണ് പ്രധാന സപ്പോർട്ട് ഏരിയ. അപ്പോൾ OI ഡേറ്റയും ടെക്നിക്കൽ ലെവലുകളും ഒരേ കാര്യം പറയുന്നു. 25,400 താഴെ സപ്പോർട്ട്, 25,600 മുകളിൽ റെസിസ്റ്റൻസ്. ഈ ഒരു സാഹചര്യത്തിൽ ഇൻട്രാഡേ ട്രേഡിന് എന്ത് സാധ്യതകളാണ് കാണുന്നത്? ഈ ലെവലുകൾ തന്നെയാണ് പ്രധാനം. ഇപ്പോൾ 15 മിനിറ്റ് ചാർട്ടിൽ വില 25,305-ന് താഴെ ക്ലോസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് സെൽ സാധ്യതയുണ്ട്. ലക്ഷ്യങ്ങൾ: ആദ്യ ലക്ഷ്യം 25,220, പിന്നെ 25,150 വരെ നോക്കാം. മറിച്ച് മാർക്കറ്റ് 25,355, 360-ന് മുകളിൽ പിടിച്ചു നിന്നാൽ ഒരു ലോങ് എൻട്രിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ മുകളിലേക്കുള്ള ലക്ഷ്യങ്ങൾ: അപ്പോൾ ആദ്യം 25,515, 520 ആ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്, അത് ബ്രേക്ക് ചെയ്താൽ 25,550, പിന്നെ 25,600 വരെയും. അതുപോലെ 25,400-ലെ സപ്പോർട്ടിൽ നിന്ന് നല്ലൊരു ബൗൺസ് കിട്ടിയാലും ലോങ് നോക്കാം. ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർക്ക് എന്ത് സ്ട്രാറ്റജി ഉപയോഗിക്കാം ഈ റേഞ്ചിൽ? ഈ 25,300, 25,600 റേഞ്ച് മനസ്സിൽ വെക്കുകയാണെങ്കിൽ
റെസിസ്റ്റൻസിനടുത്ത്, അതായത് 25,600-നടുത്തെത്തുമ്പോൾ 25,600 കോള് വാങ്ങുന്നതോ അല്ലെങ്കിൽ സപ്പോർട്ടിനടുത്ത് 25,400 പുട്ട് വാങ്ങുന്നതോ പരിഗണിക്കാം. റിസ്ക് കുറഞ്ഞ രീതികളോ? റിസ്ക് കുറയ്ക്കാൻ മാർക്കറ്റ് ഈ റേഞ്ചിനുള്ളിൽ തന്നെ നിൽക്കുമെന്ന് കരുതുന്നവർക്ക് 25,300 പുട്ടും 25,600 കോളും ഒരേ സമയം വിൽക്കുന്ന ഒരു സ്ട്രാങ്കിൾ സ്ട്രാറ്റജി നോക്കാവുന്നതാണ്. ശരിയാണ്. ഈ ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരല്ലോ, പുറത്തുള്ള ഘടകങ്ങൾ, മാക്രോ ഡാറ്റ, ഗ്ലോബൽ മാർക്കറ്റ്, അതൊക്കെ എങ്ങനെ ഇതിനെ ബാധിക്കുന്നുണ്ട്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. ഇപ്പൊ ഇന്ത്യയിലെ PMI ഡാറ്റ വന്നു. മാനുഫാക്ചറിംഗ് കൊള്ളാം, പക്ഷേ സർവീസസ് കുറഞ്ഞു. ഓഹ്, അപ്പോൾ ഒരു മിക്സഡ് സിഗ്നല്. അതെ, ഒരുപക്ഷേ അതും ഈ റേഞ്ച് ബൗണ്ട് അവസ്ഥയ്ക്കൊരു കാരണമായിരിക്കാം. പിന്നെ RBIയുടെ പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം ആ ഹോക്കിഷ് നിലപാട് ഇപ്പോഴും തുടരുന്നു. അത് ഗ്രോത്തിന് അത്ര നല്ലതല്ല. ശരിയാണ്. ക്രൂഡ് ഓയിലോ? FII ഫ്ലോയോ? ക്രൂഡ് ഓയിൽ ഇപ്പോഴും കുറച്ചു വോളറ്റൈലാണ്. FII ഫ്ലോയിലും ഒരു സ്ഥിരത വന്നിട്ടില്ല. ചില ദിവസം വാങ്ങും, ചില ദിവസം വിൽക്കും. ഈ അനിശ്ചിതത്വമൊക്കെ നിക്ഷേപകരെ സ്വാധീനിക്കുന്നുണ്ട്. രാവിലെ ഗിഫ്റ്റ് നിഫ്റ്റി നല്ല പ്രീമിയത്തിലായിരുന്നു. അതൊരു പോസിറ്റീവ് തുടക്കം പ്രതീക്ഷ നൽകി. പക്ഷേ ആ ഒരു മൊമെന്റം നമ്മുടെ മാർക്കറ്റിൽ കണ്ടില്ല. അപ്പോ ഇന്നത്തെ ഈയൊരു ആഴത്തിലുള്ള വിശകലനത്തിൽ നിന്ന് നിങ്ങൾ ഓർക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ചുരുക്കി പറയാമോ? പ്രധാനമായും ഇൻട്രാഡേയിൽ ചെറിയ ഒരു ബലഹീനത കാണുന്നുണ്ട്. പിന്നെ ആ ലെവലുകൾ 25,400 സപ്പോർട്ടും 25,600 റെസിസ്റ്റൻസും, ഇവ രണ്ടും വളരെ നിർണായകമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റയും ഇത് ശരിവെക്കുന്നു. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രേഡ് സിഗ്നലുകളും ഓപ്ഷൻ സ്ട്രാറ്റജികളും നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള താൽപ്പര്യമനുസരിച്ച് നോക്കാവുന്നതാണ്. RSI, EMA ക്രോസ് ഓവറുകളൊക്കെ തുടർന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. തീർച്ചയായും. നിങ്ങൾ ഈ വിവരങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ടെക്നിക്കൽ സൂചകങ്ങളും പിന്നെ ഈ മാക്രോ ഘടകങ്ങൾ, RBI നിലപാട്, FII ഫ്ലോ, PMI ഡേറ്റ പോലുള്ളവ, ഇവ തമ്മിൽ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത്? അതൊരു നല്ല പോയിന്റാണ്. ഈ ഗ്ലോബൽ സൂചനകളും മറ്റും വരും ദിവസങ്ങളിൽ ഈ ടെക്നിക്കൽ ലെവലുകളെ ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുമോ, അതോ ഈ റേഞ്ചിൽ തന്നെ തുടരുമോ? ഇത് നമ്മൾ തുടർന്ന് നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്.